ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ, സോ ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ മമ്മിയുടെ വക നല്ല ചിക്കൻ കറിയാണ്. ആൻഡ് ദെൻ അമ്മൂൻ്റെ വക നെയ്ച്ചോറാണ്. അപ്പോൾ നെയ്ച്ചോറ് വന്നിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് റിഫൈൻഡ് ഓയിലും പിന്നെ നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ അതേമാതിരി കാഷ്യൂ, കിസ്മിസ്, പിന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിൽ. അതും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഈ നെയ്യിൽ വഴറ്റണം. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റണം. സോ നമ്മുടെ ചിക്കൻ കറി ഇസ് റെഡി. സോ നല്ല സ്പൈസി ചിക്കൻ കറി വിത്ത് നെയ്ച്ചോറാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. സോ ഉപ്പ് ഇട്ടു. അത് കഴിഞ്ഞതാ ഈ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ്, പിന്നെ സാധാ പച്ചരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോന മസൂരിയല്ലേ, ബസുമതി അല്ലല്ലോ, സോന മസൂരിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സോ ഇത് എത്ര ഗ്ലാസ് അരിയാണ്? 3. സോ 3 ഗ്ലാസ് ഓഫ് റൈസാണ്. സോ 1:2 റേഷ്യോയിൽ നമ്മൾ വാട്ടർ ഒഴിക്കേണ്ടതാണ്. നമ്മൾ കുറച്ച് ഡ്രൈ ആക്കണേ. നന്നായിട്ട് ഇത് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. അരി ഇങ്ങനെ എന്താ പറയുന്നത്, പൊട്ടണം. അങ്ങനത്തെ രീതിയിൽ വേണം നമ്മളിത് നന്നായിട്ട് വഴറ്റേണ്ടത്. അതാണ് നെയ്ച്ചോറിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത നമ്മൾ ഇത് സാധാരണ ആൾക്കാർ ചെയ്യാറില്ല, അമ്മൂൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മൾ കോക്കനട്ട് പൗഡർ എടുത്ത് കുറച്ച് വാട്ടറിനകത്ത്, അതായത് ചൂടുവെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്യേണ്ടതാണ്. സോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്ത് ലംസ് ഒന്നും വരാൻ പാടില്ല, അങ്ങനെ വേണം മിക്സ് ചെയ്യാൻ. ഇത് നല്ല സ്വാദ് കിട്ടും അതിലേക്ക് ഒഴിക്കുമ്പോൾ. ദിസ് ഇസ് ഓപ്ഷണൽ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ പുഷ്. സോ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒഴിക്കണോ അതോ വെള്ളത്തിനകത്ത്? ഓക്കെ, നമുക്കത് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം. നമ്മൾ നാരങ്ങ പിഴിഞ്ഞിരിക്കുകയാണ്, ഒരു നാരങ്ങ. സോ ഇതിനകത്തുള്ള കുരുവൊക്കെ മാറ്റുക. ഒരു നാരങ്ങയാണ് പിഴിഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ അതിലേക്ക് ഇടണം, ബിക്കോസ് കുഴയാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒഴിക്കണം. സോ അത് നമ്മൾ ഒഴിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ബാക്കി തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നെയ്യിൻ്റെ മണമൊക്കെ നന്നായി വരുന്നുണ്ട്. ഇനി നമ്മൾ ചൂടുവെള്ളം നമ്മൾ ഒഴിക്കാൻ പോകും. സോ നമ്മൾ 6 ഗ്ലാസ് ഓഫ് വാട്ടറാണ് എടുക്കുന്നത്. ഓൾറെഡി തിളപ്പിച്ച് വെച്ച വെള്ളമാണ്. 6 ഗ്ലാസ് ഓഫ് വാട്ടർ, 7 ഒഴിച്ചുവെങ്കിലും നൗ യവണം 4. ഇത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ 2 വിസിലാണോ? ഒരു വിസിൽ. സാധാരണ ഞാൻ എപ്പോഴും 2 വിസിൽ അടുപ്പിക്കുന്നത്. ഇവിടെ ഇഷ്ടം വാട്ടർ കുഴപ്പമൊന്നുമല്ല. എൻ്റെ എഗ്ഗ് ബിരിയാണിയുടെ ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. 2 വിസിൽ അടുപ്പിച്ചാലും ഇത് ഒന്നിൽ തൊടാതെ കിടക്കും. കരിയത്തില്ല, ഇല്ല, അതിൽ അടി പിടിക്കത്തില്ല. ഇനി നോക്കിക്കുക ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഉണ്ടോ? ഇനി ഒരു നുള്ളുപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ചിക്കൻ കറിക്കകത്ത് നല്ല ഉപ്പുണ്ട്. സോ അത് മാച്ച് ചെയ്യാം. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. യമ്മി നെയ്ച്ചോറ്. ആൻഡ് ഇറ്റ്സ് വെരി സിമ്പിളാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ. അതിൻ്റെ കൂടെ നമ്മൾ കബാബും വറക്കുന്നുണ്ട്. സോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കഴിക്കാം. നെയ്ച്ചോറ്, നെയ്യിൻ്റെ മണമൊക്കെ, കബാബ്, കുറച്ച് തൈര്, ചിക്കൻ കറി. ഓക്കെ, നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഹാവ് ആൻഡ് സീ. ഈ കിസ്മിസും ഇതെല്ലാം അടിപൊളിയായിരിക്കും. ഈ ചിക്കനും ഈ കബാബും കുറച്ച് തൈര്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് കഴിക്കാം. മൈ ഗോഡ്, ഇറ്റ്സ് സോ ടേസ്റ്റി ഗൈസ്. അപ്പം എനിക്ക് വാക്കുകളില്ല. സോ ടേസ്റ്റി, യമ്മി. കബാബ്
അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ ഗൈസ്.